ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തവരാണോ നിങ്ങൾ? അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം ഡൗട്ട്സ് ഉണ്ടായിരിക്കും. ഇതെങ്ങനെയാണ്, എന്താണ്, ഇതെങ്ങനെയാണ് പഠിക്കുക, ഇതിൻ്റെ അസൈൻമെൻറ്റ്സിനെ കുറിച്ചിട്ട്. അതുപോലെ തന്നെ യാതൊരു വക ഇൻഫോർമേഷനും ഇഗ്നോയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ഒത്തിരി ഡൗട്ട്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനാണ് ഇന്ന് നമ്മളിവിടെ വീഡിയോ ചെയ്യുന്നത്. ഇനി ഈ വീഡിയോയ്ക്ക് ശേഷം ഇനി നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ. So first of all, if you are an IGNOU student, then let me congratulate you for choosing it. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളതെങ്കിൽ ഒരിക്കലും റിഗ്രറ്റ് ആവണ്ട. ആൻഡ് ഇറ്റ്സ് എ ബെസ്റ്റ് ചോയ്സ് ദാറ്റ് യു ഹാവ് എവർ മെയ്ഡ്. ഇത് പറയാനുള്ള കാരണം ഞാനൊരു ഇഗ്നോ സ്റ്റുഡൻ്റാണ്. അപ്പോൾ എനിക്കതിന് ഒരു റിഗ്രറ്റും ഇതുവരെ തോന്നിയിട്ടില്ല. അതിൻ്റെ കാരണം തന്നെ നമ്മൾ ഇഗ്നോനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ട് ഇഗ്നോയിൽ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ആൻഡ് ഐ തിങ്ക് ദാറ്റ് വിൽ ഹെൽപ്പ് യു. ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് യാതൊരു വിധത്തിലും ഇഗ്നോയിൽ നിന്നും ഒരു ഹെൽപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രീതിയിലും അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. എങ്ങനെ പഠിക്കണമെന്നോ എന്ത് പഠിക്കണമെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഓർത്തോ, നിങ്ങൾക്ക് ഒട്ടും കോളേജിലൊന്നും പോയി പഠിക്കാൻ പറ്റാത്തവരായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും ഇഗ്നോയിൽ ചേർന്നിട്ടുണ്ടാവുക. അത് തന്നെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. നിങ്ങൾക്ക് ഒട്ടും തന്നെ സമയം വേസ്റ്റ് ചെയ്യാതെ ഇഗ്നോയിൽ പഠിക്കാൻ സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും UGC റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളതാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങൾ പഠിച്ചിറങ്ങുകയാണെങ്കിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകാനായാലും അതുപോലെ നിങ്ങൾക്ക് ജോലി സാധ്യതകൾക്കാണെങ്കിലും ഒരിക്കലും ഒരു തടസ്സമാവുകയില്ല ഈ ഒരു സർട്ടിഫിക്കറ്റ്. ഇറ്റ് ഈസ് എ വാലിഡ് സർട്ടിഫിക്കറ്റ്. അതുപോലെ ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കൂടുതലല്ല. നിങ്ങൾ ഏത് കോഴ്സാണോ എടുത്തിരിക്കുന്നത് ആ കോഴ്സ് അനുസരിച്ച് നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. കമ്പാരിറ്റീവ്ലി നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിക്കോളൂ. ഒട്ടും തന്നെ കൂടുതലല്ല മറ്റ് യൂണിവേഴ്സിറ്റികളെയും അനുബന്ധിച്ച്. അതുപോലെ സ്റ്റഡി ഫ്രം എനിവെയർ, നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇതിൻ്റെ സ്റ്റഡി നടത്താനായിട്ട് സാധിക്കും. കാരണം നമുക്ക് നമ്മുടെ ഇതിൻ്റെ സൈറ്റിൽ നിന്ന് പോലും ഇതിൻ്റെ ടെക്സ്റ്റുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം എല്ലായിടത്തും എന്നില്ല. ഇതേ വീഡിയോയിൽ തന്നെ ഈ ടെക്സ്റ്റ് ബുക്കൊന്നും ഇല്ലാതെയും ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എങ്ങനെ പഠിക്കാം, അതും നല്ല മാർക്കോട് കൂടി എങ്ങനെ ജയിക്കാം എന്നുള്ളതും കൂടി ഞാൻ പറയാം കേട്ടോ. അതുപോലെ തന്നെ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കും. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് എന്തായാലും ലഭിക്കുന്നതായിരിക്കും. ചില സമയത്ത് കുറച്ച് ഡിലേ വരാറുണ്ട്, എന്നാൽ പോലും സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കും. ഇനി സ്റ്റഡി മെറ്റീരിയൽസ് ലഭിച്ചില്ലെങ്കിലല്ലേ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കാത്തവർ. അങ്ങനെ ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ഞാൻ പറയാം എന്ത് ചെയ്യണമെന്നുള്ളത്. ഓക്കെ. പിന്നെ നമുക്ക് അക്കാഡമിക് കലണ്ടറൊക്കെ സൈറ്റിൽ തന്നെ കാണാൻ സാധിക്കും. ഒരു സ്റ്റുഡൻറ്റ് പോർട്ടൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതൊന്നും അറിയാത്തവരാണെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ വേണമെങ്കിൽ സെപ്പറേറ്റ് ഇടാം. അല്ല ഇതൊക്കെ അറിയുന്നവരാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇഗ്നോ സ്റ്റഡീസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അസൈൻമെൻറ്റ്സ്. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് പാസ് ഔട്ട് ആകാൻ സാധിക്കില്ല. അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾ എത്രമാത്രം എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് റെഡിയാണോ അത്രയും തന്നെ എഫേർട്ട് അസൈൻമെൻറ്റിൻ്റെ കാര്യത്തിലും കൊടുക്കണം. വർഷത്തിൽ 2 പ്രാവശ്യമായിരിക്കും നിങ്ങൾക്ക് അസൈൻമെൻറ്റ്സ് ഉണ്ടായിരിക്കുക. അത് നിങ്ങൾ ഏത് കോഴ്സാണോ എടുത്തിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം എങ്ങനെയാണ് അസൈൻമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നതെന്ന്. അപ്പോൾ അസൈൻമെൻറ്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ഇടാം. അപ്പോൾ അസൈൻമെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതെങ്ങനെ എഴുതണം എന്നുള്ളതിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മാത്രം ഞാൻ ചെയ്യാം. പിന്നെ സബ്മിഷൻ, അത് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഏത് സെൻറ്ററിലാണോ നിങ്ങൾക്ക് സെൻറ്റർ ഉണ്ടായിരിക്കുമല്ലോ, അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ സെൻറ്ററിൽ നിങ്ങൾ പോയി സബ്മിറ്റ് ചെയ്താൽ മതി. അല്ലാതെ ഇത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കൊടുക്കുകയല്ല. ഇത് അത്രയും വാല്യൂ ഉള്ളതാണ്. പിന്നെ അവർ അസൈൻമെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റൊക്കെ അനൗൺസ് ചെയ്യും.
അപ്പോൾ ആ ലാസ്റ്റ് ഡേറ്റ് എത്താൻ നിൽക്കൊന്നും വേണ്ട, അതിന് മുന്നേ തന്നെ അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം നെറ്റിൽ നിന്ന്. ശേഷം നിങ്ങൾ അത് പോയിട്ട് സബ്മിറ്റ് ചെയ്യണം. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര ടഫായിട്ടൊന്നും തോന്നേണ്ട കാര്യമില്ല കേട്ടോ. ഇതിലിപ്പോൾ ഇത്രയും പറഞ്ഞാൽ ആകെ അസൈൻമെൻറ്റിൻ്റെ കാര്യമാണ് കുറച്ചും കൂടി ഇതായിട്ട് പറയുന്നത്. അസൈൻമെൻറ്റ് എങ്ങനെ എഴുതണം എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. എത്ര പേപ്പർ എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞു തരാം. അല്ലാത്ത പക്ഷം അസൈൻമെൻറ്റ് സാധാരണ എഴുതുമ്പോൾ തന്നെ ഏറ്റവും വൃത്തിയിൽ മനോഹരമായിട്ടൊക്കെ എഴുതുക. ക്വസ്റ്റ്യൻസൊക്കെ എഴുതി വെക്കണം. എന്നിട്ട് അതിന് ശേഷമാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ എൻ്റെ വീഡിയോ വേറെ ഇടാം. ഇത് ഇത്രയേ ഉള്ളൂ. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അസൈൻമെൻറ്റിൻ്റെ ഡേറ്റ് സാധാരണഗതിയിൽ അവർ എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊന്നും വേണ്ടി കാത്തിരിക്കാതെ ലാസ്റ്റ് ഡേറ്റിന് മുന്നായിട്ട് എക്സാം സെൻറ്ററിൽ പോയിട്ട് നിങ്ങളുടെ അസൈൻമെൻറ്റ് അവിടെ സബ്മിറ്റ് ചെയ്യുക. എക്സാമിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് വിചാരിക്കും ഇനി സമയമുണ്ടല്ലോ അപ്പോഴത്തേക്കൊക്കെ രജിസ്റ്റർ ചെയ്താൽ പോരെ എന്ന്. ഒരിക്കലും നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? എക്സാം ഫീസ് പെട്ടെന്ന് അടച്ച് നിങ്ങൾ സെൻറ്റർ സെലക്ട് ചെയ്യണം. അതിൻ്റെ കാരണം നമ്മൾ ഫസ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോൾ ആ ഒരു മിസ്റ്റേക്ക് എപ്പോഴും വരുന്നതാണ് കേട്ടോ. കാരണം സെൻറ്റർ കിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് എവിടെയാണോ സെൻറ്റർ നമുക്ക് പോയി വരാൻ എളുപ്പം എന്നുള്ള ആ സെൻറ്റർ നമുക്ക് ലഭിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. എപ്പോഴാണ് അവർ ആ ഒരു ഡേറ്റ് എക്സാമിൻ്റെ അഡ്മിഷൻ എക്സാമിന് നമുക്ക് ഫോം ഫിൽ ചെയ്യാനുള്ള ഒരു ഇത് വരുമല്ലോ, അത് നിങ്ങൾ നോക്കിയിരിക്കുക തന്നെ വേണം. അത് നോക്കിയിരുന്ന് അത് ഓപ്പൺ ആയി കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് ഫീസ് അടച്ച് എക്സാമിന് നിങ്ങൾ ഫീസ് അടച്ച് അതിന് ചേരണം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മിസ്റ്റേക്ക് ഇവിടെ പറ്റുക, ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഈ പറയുന്നത്. അവർ വെയിറ്റ് ചെയ്താലുള്ള പ്രശ്നം നിങ്ങൾക്ക് സെൻറ്റർ കിട്ടില്ല. അപ്പോൾ എക്സാം ഫോം ഫില്ല് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ക്രൂഷ്യലായിട്ട് കാര്യം. കാരണം ഇത് ഫസ്റ്റ് ഇയർ ആയിട്ടുള്ളവരാണ് കൂടുതലായിട്ടും മിസ്റ്റേക്ക് വരുത്താറുള്ളത്. അത് വന്ന് കിടന്ന് കണ്ടാലും പിന്നെ ചെയ്യാലോ എന്ന് പറയും. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു തരാം. നിങ്ങൾക്ക് എത്ര വർഷത്തെ കോഴ്സാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ അത് എത്ര വർഷം കൊണ്ട് തീർക്കണം എന്നുള്ളതും നിങ്ങൾക്കറിയാം. അപ്പോൾ എല്ലാം കൂടിയും ഒരുമിച്ച് എഴുതുക എന്നതിലുപരിയായിട്ട് അങ്ങനെ കപ്പാസിറ്റി ഉള്ളവരാണെങ്കിൽ അങ്ങനെ എഴുതി നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ കോഴ്സ് തീർക്കാം കേട്ടോ. അല്ല ഒട്ടും പഠിക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റില്ല, വളരെ മോശമാണ്, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയമില്ല, അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിലുണ്ടല്ലോ നിങ്ങൾ ഓൾറെഡി ഒരു പ്രീ പ്ലാൻ ചെയ്തിടുക. എത്ര സബ്ജക്റ്റ് ഉണ്ട്, എത്ര വർഷം കൊണ്ടാണ് ഞാനിത് ക്ലിയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ MA സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒരു MEG ആണ് എടുത്തതെങ്കിൽ 4 വർഷത്തെ കോഴ്സായിരിക്കും. 2 വർഷത്തെ കോഴ്സായിരിക്കും 4 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതിയായിരിക്കും. അവർക്ക് 8 സബ്ജക്ട്സുകളായിരിക്കും ഉണ്ടായിരിക്കുക, എന്ന് വെച്ചാൽ 8 ക്രെഡിറ്റ് പോയിൻറ്റ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ഒരു അറ്റംപ്റ്റിൽ 2 സബ്ജക്റ്റ്, ഒരു വർഷത്തിൽ തന്നെ 2 പ്രാവശ്യം നമുക്ക് എക്സാം എഴുതാനുള്ള ഒരു സൗകര്യം കൂടിയും ഇഗ്നോയിലുണ്ട്. ഒന്ന് ജൂൺ ജൂലൈ ആ ഒരു സമയത്ത്, പിന്നെ ഒന്ന് ഡിസംബറിൽ. ഇങ്ങനെയാണ് 2 പ്രാവശ്യമായിട്ട് നമുക്ക് വർഷത്തിൽ തന്നെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ എളുപ്പമായില്ലേ, നമുക്ക് പെട്ടെന്ന് എഴുതി തീർക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ 2 ആദ്യം എഴുതുക, പിന്നെ ജൂണിലും ജൂലൈയിലും ആയിട്ട് 2 എഴുതുക, അല്ലെങ്കിൽ 3 അറ്റംപ്റ്റ് ചെയ്യുക. പിന്നെ റെസ്റ്റ് അടുത്ത 2 or 3 നെക്സ്റ്റ് ഡിസംബറിലേക്ക് ആകുമ്പോഴത്തേക്കും പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ ഒരിക്കലും ഡ്രോപ്പ് ഔട്ട് ചെയ്യാനായിട്ട് ചിന്തിക്കേ വേണ്ട. കാരണം നിങ്ങൾ എക്സാം എഴുതാനായിട്ട് തയ്യാറാവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുക തന്നെ ചെയ്യുക. ഏറ്റവും എളുപ്പം പഠിക്കാനുള്ള കുറേ ടിപ്സുകൾ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ടെക്സ്റ്റ് ബുക്ക് കണ്ട് പേടിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ അതിനെന്തെങ്കിലും ടിപ്സും കാര്യങ്ങളൊക്കെ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഏറ്റവും എളുപ്പമായിട്ട്, ഞാൻ വെറുതെ പറയുകയല്ല കേട്ടോ, ഏറ്റവും എളുപ്പമായിട്ട് നിങ്ങൾക്ക് പഠിച്ച് തീരാനായിട്ട് സാധിക്കും. അതുപോലെ ഹോൾ ടിക്കറ്റ് ആയാലും എക്സാമിൻ്റെ സമയത്ത് അതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ID കാർഡ് നിങ്ങൾക്ക് സൈറ്റിൽ നിന്നും ലഭിക്കും. ഇതൊന്നും നിങ്ങൾ ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് വെക്കേണ്ട കാര്യമില്ല. ID കാർഡൊക്കെ നിങ്ങൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം തന്നെ ID കാർഡ് നിങ്ങൾ പ്രിൻറ്റ് ചെയ്ത് നിങ്ങളുടെ കൈവശം വെക്കുക. കളർ പ്രിൻറ്റ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കളർ പ്രിൻറ്റ് എടുത്ത് അത് നിങ്ങൾ സൂക്ഷിക്കണം. ലാമിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. അതുപോലെ ഹോൾ ടിക്കറ്റ് അതിൻ്റെ കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. പിന്നെ എക്സാം പ്രിപ്പറേഷൻ്റെ സ്ട്രാറ്റജീസ് അത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ
നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പോർട്ടൽ ഐ ഡിയിലൂടെ കയറി നിങ്ങൾക്ക് നോക്കാവുന്നേ ഉള്ളൂ. നിങ്ങളുടെ ഗ്രേഡ് കാർഡും മീൻസ് എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് സ്കോർ നോക്കാനായിട്ട്. അപ്പോൾ അതിൽ അസൈൻമെൻറ്റിൻ്റെ സ്കോറും കാണും, തിയറിയുടെ സ്കോറും കാണും. അപ്പോൾ അഥവാ അസൈൻമെൻറ്റിലോ അഥവാ തിയറിയിലോ ഏതിലെങ്കിലും നിങ്ങൾ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ നമുക്ക് റീറൈറ്റ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ആദ്യം എക്സാം എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഇഗ്നോ നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ആ ഒരു ടോപ്പിക്കിനനുബന്ധിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കമൻറ്റ് ചെയ്താൽ മതി. എന്നാൽ മാത്രമേ ഞാൻ നിങ്ങൾ പറയുന്ന വീഡിയോ ക്രിയേറ്റ് ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, ഇതൊരു ഫേവറാണ്, എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഫേവറല്ല, എൻ്റെ ഒരു റിക്വസ്റ്റാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.